ചങ്ങായിമാരെ നമ്മൾ ആർപിക്കുസൻ സംഘികളെയും ക്രിസംഗിലും സുഖിപ്പിക്കാൻ വേണ്ടി മുസ്ലിങ്ങളെ കുറ്റം പറഞ്ഞ ഒരു വീഡിയോ എന്നെ ചങ്ങായി എനക്ക് അയച്ചു തന്നു. ആ വീഡിയോ കണ്ടപ്പോ ഈ പരനാറി ആർപ്പിക്കുന്നതിനെ രണ്ട് വർത്താനം പറഞ്ഞില്ലെങ്കിൽ എനക്ക് ഉറക്കം വരില്ലെന്നായി. ഒന്നാമത് ഈ വൃത്തികെട്ടവനുണ്ടല്ലോ ആർപിക്കുസൻ, പച്ചക്കള്ളം മാത്രമേ വായ തുറന്നാ പറയൂ. പിന്നെ നിങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാവല്ലോ അവനൊരു ഫോൺ വിളിക്കുന്ന ഒരു പരിപാടി. ആ പരിപാടി ലോകത്ത് ഇതുപോലെ ഉടായി പരിപാടി വേറെ ഒന്നും ഉണ്ടാവില്ല. കാരണം അവന്റെ കൂട്ടത്തിൽ തന്നെയുള്ള ആരെങ്കിലും കൊണ്ടാണ് അവൻ ഫോൺ വിളിപ്പിക്കുക. എന്നിട്ട് ആ വിളിക്കുന്നവൻ മുസ്ലിങ്ങളെ കുറിച്ചും ഖുറാനെ കുറിച്ചൊക്കെ ഭയങ്കര അറിവുള്ള ആളായിട്ട് അഭിനയിക്കും. എന്നിട്ട് ആ ചങ്ങായിനല്ല നമ്മൾ ആർപിക്കുസൻ ഭയങ്കരമായിട്ട് തോപ്പിക്കും. അങ്ങനെ തോപ്പിക്കുമ്പോൾ നമ്മൾ ആർപിക്കിന്റെ കമന്റ് ബോക്സിൽ വന്നിട്ട് സംഘികളും ക്രിസംഗികളും എന്താ പറയുന്നറിയാം, മാസിഡ നമ്മൾ ആർപിക്കുസൻ മാസിഡ. പിന്നെ ഒറിജിനൽ ആയിട്ട് ആരെങ്കിലും ഇവരോട് സംവദിക്കാൻ പോയിട്ടുണ്ടെങ്കിലല്ല ഇവരെന്താക്കുന്നറിയാം, അവിടുന്നും ഇവിടുന്നൊക്കെ കട്ടാക്കിട്ട് അത് മാത്രം ഇവന്റെ വീഡിയോയിൽ ഉൾപ്പെടുത്തും. എന്നിട്ട് ഇവൻ കിടന്ന് മെഴുകുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരവില്ലാതെ ഇവൻ കിടന്ന് മെഴുകുന്ന എന്നിട്ട് ലാസ്റ്റ് ആ ഫോൺ കോൾ കട്ട് ചെയ്യുന്ന ആ ഭാഗം ഉണ്ടല്ല, ആ ഭാഗം ഇവൻ കാണിക്കുകയില്ല. എന്നാൽ ഇവന്റെ ആരാധകന്മാർ മാത്രമായ സംഘികളും ക്രിസംഗികളും പങ്കെടുക്കുന്ന ഒരു നിരീശ്വരവാദി സമ്മേളനത്തിൽ ഇവൻ പറഞ്ഞൊരു വീഡിയോ ആണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത്. ഒന്ന് ആലോചിക്കണം കേട്ടോ, നിരീശ്വരവാദികളുടെ സംഗമത്തിൽ ഏറ്റവും കൂടുതൽ പങ്കെടുക്കുന്നത് സംഘികളും ക്രിസംഗികളാണ്. ഇവൻ എപ്പോഴെങ്കിലും ഹിന്ദു ദൈവങ്ങളെയോ ക്രൈസ്തവ ദൈവത്തിനെയോ അപമാനിക്കുന്ന രീതിയിൽ എന്തെങ്കിലും ഒരു വീഡിയോ ഇട്ടെങ്കിൽ അന്ന് തീരും ആർപിക്കുസന്റെ മൊത്തം കച്ചവടം. നമുക്ക് എന്തായാലും ആർപിക്കിന്റെ സംഘി ക്രിസംഗി സൂചിപ്പിക്കുന്ന ആ കച്ചവട വീഡിയോ ഒന്ന് കണ്ടിട്ട് വന്നാലോ. ഡിസംബർ മാസത്തിൽ ക്രിസ്മസ് ആഘോഷം അത് വരാനിരിക്കുകയാണ്. മതങ്ങൾ ഇപ്പോ പല ആഘോഷങ്ങളും സംഘടിപ്പിക്കാറുണ്ട്, മതങ്ങളുടെ പല ആഘോഷങ്ങളുണ്ടാവും. പക്ഷേ അത് മതത്തിൻ്റെതേ ആണ് എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ അതിന് വിട്ടു നിൽക്കണമെന്നൊന്നും ഞാൻ വിശ്വസിക്കാറില്ല. കാരണം ഇതൊക്കെ ആളുകൾ കൂടിച്ചേരാനുള്ള അവസരമായിട്ടാണ് നമ്മൾ ഓണമായാലും ക്രിസ്മസ് ആയാലും പെരുന്നാളായാലും ഒക്കെ നമ്മൾ അതിനങ്ങനെ കാണുന്നുള്ളൂ. പക്ഷേ ഇന്ന് ആഗോളതലത്തിൽ കാണുന്ന ഒരു കാഴ്ച, ഇന്നലെ വന്ന വാർത്ത എന്ന് പറയുന്നത് പാരീസിൽ ക്രിസ്മസ് ന്യൂ ഇയർ അതുമായി കണക്ട് ചെയ്തുകൊണ്ടുള്ള പല ആഘോഷങ്ങൾ റദ്ദാക്കുന്നു എന്നുള്ള ഒരു വാർത്തയാണ് നമ്മൾ കേൾക്കുന്നത്. എത്ര പേര് അതിവിടെ കേട്ടു, അതിനെക്കുറിച്ച് അറിഞ്ഞു? യെസ്. എന്താണ് അതിന്റെ കാരണം? ഹിന്ദു മതത്തെ പേടിച്ചിട്ടാണോ? അത് ജൂതമതത്തെ പേടിച്ചിട്ടാണോ? അത് ബുദ്ധമതത്തെ പേടിച്ചിട്ടാണോ? യുക്തിവാദികളെ പേടിച്ചിട്ടാണോ? എക്സ് മുസ്ലിങ്ങളെ പേടിച്ചിട്ടാണോ? ഏത് ആശയത്തെ, ഏത് മതത്തെ പേടിച്ചിട്ടാണ് ഈ ക്രിസ്മസ് ആഘോഷങ്ങൾ അവിടെ റദ്ദാക്കിയത്? ഇസ്ലാം മതത്തെ പേടിച്ചിട്ടാണ്. എന്ത് സംഭവിച്ചാലും എവിടെ എന്ത് സംഭവിച്ചാലും അതിന്റെയൊക്കെ കാരണക്കാരുണ്ടല്ല മുസ്ലിങ്ങളാണെന്നാണ് ഈ പരനാറി പറയുക. ഇവൻ എന്തായാലും സ്ഥിരമായിട്ട് പറയുന്ന പാരീസിനെ കുറിച്ച് പറയുന്ന, പാരീസിലെ മുസ്ലിങ്ങളെ കുറിച്ച് പറയുന്ന ആ പച്ചക്കള്ളം ആദ്യം തന്നെ പൊളിച്ച് കൈ കൊടുക്കാം. പാരീസിലെ ക്രിസ്മസ് ആഘോഷം കുറച്ചതിന്റെ സത്യാവസ്ഥ എന്താണെന്ന് നമുക്കൊന്ന് കേട്ടിട്ട് വന്നാലോ. പാരീസിൽ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി ക്രിസ്മസ് പുതുവത്സര ആഘോഷങ്ങളിൽ ചില നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്താൻ പ്രധാനമായും 3 കാരണങ്ങളാണുള്ളത്. 1. ഊർജ്ജ പ്രതിസന്ധിയും സാമ്പത്തിക ലാഭവും. യൂറോപ്പിലെ ഊർജ്ജ പ്രതിസന്ധിയെ തുടർന്ന് വൈദ്യുതി ഉപഭോഗം കുറയ്ക്കാൻ ഫ്രഞ്ച് സർക്കാർ കർശന നിർദ്ദേശങ്ങൾ നൽകിയിരുന്നു. ഇതിന്റെ ഭാഗമായി ഐഫൽ ടവർ ഉൾപ്പെടെയുള്ള പ്രധാന സ്മാരകങ്ങളിലെ ലൈറ്റുകൾ നേരത്തെ അണയ്ക്കുന്നു. തെരുവുകളിലെ ക്രിസ്മസ് ലൈറ്റുകളുടെ എണ്ണം കുറയ്ക്കുകയും അവ പ്രവർത്തിക്കുന്ന സമയം പരിമിതപ്പെടുത്തുകയും ചെയ്തു. 2. സുരക്ഷാ കാരണങ്ങൾ. പാരീസ് പോലുള്ള വലിയ നഗരങ്ങളിൽ പുതുവത്സര വേളയിൽ വലിയ ജനക്കൂട്ടം ഒത്തുകൂടുന്നത് പതിവാണ്. പടക്കങ്ങൾ പൊട്ടിക്കുന്നതിനും മദ്യപാനത്തിനും ചില പൊതുസ്ഥലങ്ങളിൽ നിരോധനം ഏർപ്പെടുത്താറുണ്ട്. 3. പരിസ്ഥിതി സംരക്ഷണം. പടക്കങ്ങൾ മൂലമുണ്ടാകുന്ന വായുമലിനീകരണവും ശബ്ദമലിനീകരണവും കുറയ്ക്കുക എന്നതും നഗരസഭയുടെ ലക്ഷ്യമാണ്. ഇതിനു പകരമായി പലപ്പോഴും മനോഹരമായ ലേസർ ഷോകളും ലൈറ്റ് ഡിസ്പ്ലേകളുമാണ് ഇപ്പോൾ സംഘടിപ്പിക്കുന്നത്. നിങ്ങൾ പാരീസിലെ സത്യാവസ്ഥ കേട്ടല്ലോ. ഇതൊക്കെയാണ് അവിടുത്തെ പ്രശ്നങ്ങൾ. ഇതൊക്കെ കൊണ്ടാണ് അവിടുത്തെ ക്രിസ്മസ് ആഘോഷങ്ങൾ കുറച്ചത്. ഇനി നിങ്ങളൊരു കാര്യം ആലോചിക്കണം, വലിയ വലിയ ആഘോഷങ്ങളിൽ പലപ്പോഴും എന്തെങ്കിലും സംഘർഷം ഉണ്ടാവും. ആ സംഘർഷത്തിന്റെ ഇടയ്ക്ക് ഏതെങ്കിലും ഒരു താടിക്കാരനെ കണ്ടുകഴിഞ്ഞാൽ ഈ ക്രിസംഗികളും സംഘികളും ഈ ആർപിക്കുസൻ എന്താ പറയാ, അതാ ഒരു മുസ്ലിം തീവ്രവാദി, അവരാണ് ഈ ആക്രമണം നടത്തിയെന്ന് ഒറ്റ പറച്ചിലാണ്. ഇതൊക്കെ വിശ്വസിക്കാൻ വേണ്ടി കേരളത്തിൽ കുറെ നാണുമാനും ഉളുപ്പില്ലാത്ത സംഘികളും ക്രിസംഗികളും ഉണ്ട്. എവിടെയെങ്കിലും മദ്യപിച്ചിട്ട് ആരെങ്കിലും തമ്മിൽ തല്ലുന്നുണ്ടെങ്കിൽ അതിന്റെ അടുത്ത് ഒരു മുസ്ലിം ഉണ്ടെങ്കിൽ അതെല്ലാം മുസ്ലിം. എന്നാലും മാത്രമേ ഇവനൊക്കെ സമാധാനമാവും. പാരീസിൽ സാമ്പത്തിക ലാഭത്തിന് വേണ്ടിയും അവിടുത്തെ ഊർജ്ജ ലാഭത്തിന് വേണ്ടിയും അവർ ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ അതിന്റെ കുറ്റവും മുസ്ലിങ്ങൾക്ക് തന്നെ. പിന്നെ ഇവൻ ഈ വീഡിയോ ചോദിച്ചില്ലേ, യുക്തിവാദികളാണോ അല്ലെങ്കിൽ എക്സ് മുസ്ലിങ്ങളാണോ അവിടെയൊക്കെ അക്രമം നടത്തുന്നതെന്ന്. ഇവൻ ഇടക്ക് പച്ചക്കള്ളം പറയുകയും ഇടക്ക് മുക്കുകയും ചെയ്യുന്ന ഒരു മനോഹരമായ വാർത്തയുണ്ട്. ജർമ്മനിയിലെ ക്രിസ്മസ് ആഘോഷത്തിന്റെ ഇടക്കുണ്ടല്ല ഇവന്റെ എക്സ് മുസ്ലിമായ ഒരാള് അവിടെ ആക്രമണം നടത്തിയിട്ട് ഒരുപാട് ആൾക്കാർ മരണപ്പെട്ടിട്ടുണ്ട്, ഒരുപാട് ആൾക്കാർക്ക് ഇപ്പോഴും പരിക്കാണ്. അതിന്റെ കാരണത്താൽ ഇവനെപ്പോലത്തെ എക്സ് മുസ്ലിങ്ങൾ ഭീകരാക്രമണം നടത്തുന്ന ഒറ്റ കാരണത്താൽ ജർമ്മനിയിലുണ്ടല്ല ക്രിസ്മസ് ആഘോഷങ്ങൾ കുറച്ചിട്ടുണ്ട്, അവിടെ നടത്താതിരുന്നിട്ടുണ്ട്. എന്നിട്ട് ആ കാരണവും അതിന്റെ കുറ്റവും ഈ വേട്ടാവളുണ്ടല്ല മുസ്ലിങ്ങളുടെ തലയെ കെട്ടിവെച്ചിട്ടുണ്ട്. ഇതവൻ അറിയായിട്ടല്ല, എങ്ങനെയെങ്കിലും ഇവന്റെ എക്സ് മുസ്ലിങ്ങളെയും ഇവന്റെ സംഘികളെയും ഇവന്റെ ക്രിസംഘികളെയും വെളുപ്പിച്ചെടുക്കണം, എന്നാലും മാത്രമേ ഇവനെന്തെങ്കിലും കിട്ടൂ, ഞണ്ണാമടി എന്തെങ്കിലും കിട്ടൂ. നമുക്കെന്തായാലും ജർമ്മനിയിൽ നടന്ന ആ കാര്യം കൂടി കേട്ടിട്ട് വരാം. അതെ, നിങ്ങൾ സൂചിപ്പിച്ചത് ശരിയാണ്. ജർമ്മനിയിൽ ഈ അടുത്ത കാലത്ത് ഒരു എക്സ് മുസ്ലിം പശ്ചാത്തലമുള്ള വ്യക്തി ഉൾപ്പെട്ട ഗുരുതരമായ ഒരു ആക്രമണം റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. 2024 ഡിസംബർ 20 ജർമ്മനിയിലെ മാഗ്ഡെബർഗ് എന്ന നഗരത്തിലെ ക്രിസ്മസ് മാർക്കറ്റിലുണ്ടായ കാർ ആക്രമണമാണ് ഇതിൽ പ്രധാനം. ഈ സംഭവത്തെക്കുറിച്ചുള്ള പ്രധാന വിവരങ്ങൾ താഴെ പറയുന്നവയാണ്. പ്രതി 50 വയസ്സുകാരനായ താലിബ് അൽ അബ്ദുൽ മോഹസൻ എന്ന വ്യക്തിയാണ് ഈ ആക്രമണം നടത്തിയത്. ഇയാൾ സൗദി അറേബ്യൻ സ്വദേശിയായ ഒരു ഡോക്ടറാണ്. പശ്ചാത്തലം: ഇയാൾ ഇസ്ലാം മതം ഉപേക്ഷിച്ചയാളും എക്സ് മുസ്ലിം തീവ്രമായ ഇസ്ലാം വിരുദ്ധ നിലപാടുകൾ വെച്ചു പുലർത്തുന്നയാളുമാണെന്ന് അന്വേഷണത്തിൽ കണ്ടെത്തി.
പ്രേരണ. ഇസ്ലാമിനെതിരെയുള്ള കടുത്ത വിദ്വേഷമാണ് ഇയാളെ ഈ ആക്രമണത്തിന് പ്രേരിപ്പിച്ചതെന്ന് കരുതപ്പെടുന്നു. ഇയാൾ ജർമ്മനിയിലെ തീവ്ര വലതുപക്ഷ പാർട്ടിയായ AFD-യുടെ അനുകൂലിയാണെന്നും റിപ്പോർട്ടുകളുണ്ട്. ആക്രമണം. ഒരു BMW കാർ ജനക്കൂട്ടത്തിനിടയിലേക്ക് ഇടിച്ചു കയറ്റുകയായിരുന്നു ഇയാൾ ചെയ്തത്. ഈ ദാരുണമായ സംഭവത്തിൽ 6 പേർ കൊല്ലപ്പെടുകയും 300-ലധികം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. മതം ഉപേക്ഷിച്ച ഒരാൾ തന്റെ ഇസ്ലാം വിരുദ്ധ നിലപാടുകളുടെ പേരിൽ ഇത്തരമൊരു ആക്രമണം നടത്തിയത് വലിയ ചർച്ചകൾക്ക് വഴിവെച്ചിട്ടുണ്ട്. ജർമ്മനിയിലെ ക്രിസ്മസ് ആഘോഷങ്ങളിൽ നിയന്ത്രണങ്ങൾ വരാനും സുരക്ഷ വർദ്ധിപ്പിക്കാനും ഈ സംഭവം ഒരു പ്രധാന കാരണമായിട്ടുണ്ട്. 2024 ഡിസംബറിൽ മാഗ്ഡെബർഗ് നടന്ന ഈ ആക്രമണത്തിന് ശേഷം ജർമ്മനിയിലുടനീളമുള്ള ക്രിസ്മസ് മാർക്കറ്റുകളിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. 1. സുരക്ഷാ ക്രമീകരണങ്ങൾ. മുൻപ് നമ്മൾ സംസാരിച്ചതുപോലെ ജനക്കൂട്ടത്തിനിടയിലേക്ക് വാഹനങ്ങൾ ഓടിച്ചു കയറ്റുന്നത് തടയാൻ വലിയ കോൺക്രീറ്റ് ബാരിയറുകളും മെറ്റൽ വേലികളും ക്രിസ്മസ് മാർക്കറ്റുകൾക്ക് ചുറ്റും സ്ഥാപിച്ചു. 2. ആഘോഷങ്ങൾ വെട്ടിച്ചുരുക്കൽ. ആക്രമണത്തെ തുടർന്ന് ചില നഗരങ്ങളിൽ ആഘോഷങ്ങളുടെ ദൈർഘ്യം കുറയ്ക്കുകയും കൂടുതൽ പോലീസ് കാവൽ ഏർപ്പെടുത്തുകയും ചെയ്തു. 3. ഭയത്തിന്റെ അന്തരീക്ഷം. ഇത്തരം അപ്രതീക്ഷിത ആക്രമണങ്ങൾ, പ്രത്യേകിച്ച് ഒരു മുസ്ലിം പശ്ചാത്തലമുള്ള വ്യക്തിയിൽ നിന്നായത്, സുരക്ഷാ ഏജൻസികളെ കൂടുതൽ ജാഗരൂകരാക്കി. ആക്രമണം നടന്ന മാഗ്ഡെബർഗിൽ പല പരിപാടികളും താൽക്കാലികമായി നിർത്തിവെച്ചിരുന്നു. പാരീസിലെ കാര്യത്തിൽ നമ്മൾ ചർച്ച ചെയ്തത് പ്രധാനമായും ഊർജ്ജ പ്രതിസന്ധിയും പരിസ്ഥിതി പ്രശ്നങ്ങളുമാണെങ്കിൽ, ജർമ്മനിയിൽ ഈ അടുത്ത കാലത്തുണ്ടായ ആഘോഷ നിയന്ത്രണങ്ങൾക്ക് മാഗ്ഡെബർഗ് ആക്രമണം പോലുള്ള സുരക്ഷാ ഭീഷണികൾ തന്നെയാണ് പ്രധാന കാരണം. കണ്ടോ, ഇതാണ് സത്യം. ഇതൊക്കെയാണ് ചോദിച്ചു വാങ്ങുക എന്ന് പറയുന്നത് RP കുസൈന്. നീ ചോദിച്ചു, ഞാൻ നിനക്കുണ്ടല്ല ഒരു പൂവല്ല ഒരു പൂക്കാലം തന്നെ തിരിച്ചു വന്നു. നിങ്ങളൊക്കെ ശ്രദ്ധിക്കണം കേട്ടോ. പല നാടുകളിലും അക്രമം ഉണ്ടാക്കുന്നതൊക്കെ മുസ്ലിം നാമധാരികൾ മാത്രമായിരിക്കും. അതായത് ഇവനെപ്പോലത്തെ മുസ്ലിം നാമധാരികളായ മുസ്ലിങ്ങളായിരിക്കും. ഇത് തന്നെ പറയുന്നില്ലേ, കടുത്ത മുസ്ലിം വിരോധിയാണ് ഈ അക്രമം നടത്തിയ മുസ്ലിം. ഈ RP കുസൈനും അവനെപ്പോൾ തന്നെയാണ്. തക്കം കിട്ടിയാൽ മുസ്ലിങ്ങളെ കുറ്റപ്പെടുത്താൻ വേണ്ടി എന്ത് കാര്യവും ചെയ്യും. ഈ സംഭവമൊക്കെ ഇവന് കൃത്യമായിട്ട് അറിയാം. പക്ഷെ അറിഞ്ഞുകൊണ്ടാണ് ഇവൻ ഈ പച്ചക്കള്ളം, ഈ വൃത്തികേട് പറഞ്ഞുണ്ടാക്കുന്നത്. അതൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതുപോലുള്ള പച്ചക്കള്ളം മറ്റ് സംഖ്യയിലും ക്രിസെങ്കിലും സുഖിപ്പിച്ചാൽ മാത്രമേ ഇവൻ എന്തെങ്കിലും കിട്ടും. അതിനു വേണ്ടി എന്ത് വൃത്തികേടും ഈ പരനാറി ചെയ്യും. എന്ത് വൃത്തികേടും എന്ത് നാരത്തരവും കാണിക്കുന്നതിന് ഒരു പരിധിയുണ്ട്. RP കുസൈനെ, ഒരു പരിധിയുണ്ട്. ഒരു പരിധി കഴിഞ്ഞാൽ നീ വിശ്വസിക്കുന്നില്ലെങ്കിലും നമ്മളൊക്കെ വിശ്വസിക്കുന്ന ഒരു ദൈവമുണ്ട്. ആ ദൈവം നിനക്കുള്ളത് കൃത്യമായി തരും. പിന്നെ നീ ആ വീഡിയോ പറഞ്ഞ് ക്രിസ്മസും ഓണവും പെരുന്നാളും ഒക്കെ ആഘോഷിക്കണം, അതൊക്കെ ഒത്തുചേരലിന്റെ വേളകളാണെന്ന്. ഞാൻ നിന്നോടൊരു കാര്യം ചോദിക്കട്ടെ. ഈ ഇന്ത്യയിൽ ക്രിസ്മസ് ആഘോഷവും ക്രൈസ്തവരുടെ എല്ലാ പ്രാർത്ഥനയും തടയുന്ന ഒരു ടീമുണ്ട്, RSS. അവരുടെ കൂടെ ബജ്രംഗ് ദൾ പറ്റി അവരുടെ ഒരു സഹോദര സ്ഥാപനമുണ്ട്. അതായത് ക്രൈസ്തവരെ ഇന്ത്യയിൽ ആക്രമിക്കുന്നത് ഒരേ ഒരു ടീമാണ്, അത് സംഘപരിവാറാണ്. അല്ലാതെ ഒരു മുസ്ലിമും ഇതുവരെ ഒരു ക്രൈസ്തവരെ നെഞ്ചത്തോ അവരുടെ ആഘോഷങ്ങൾ തടയാനോ ഒരിക്കലും പോയിട്ടുള്ള RP കുസൈനെ. എന്നിട്ട് ഇവിടുത്തെ ചില മതവിഭാഗങ്ങളെ ഒരാഘോഷം നടത്താനും അവരെ പ്രാർത്ഥിക്കാനും പോലും വിടാത്ത ആ സംഘപരിവാറിനെതിരെ ഒരു വാക്ക് പോലും നിന്റെ വീഡിയോയിൽ എവിടെ നീ പറഞ്ഞിട്ടില്ല. നിനക്ക് അങ്ങനെ നിന്റെ ഊളച്ചാലി എപ്പോഴെങ്കിലും ഒരിക്കലും അവരെ വിമർശിക്കാൻ പറ്റുമോ? അതിനുള്ള ധൈര്യമുണ്ടോ? അതിനുള്ള തന്റേടമുണ്ടോ RP കുസൈനെ? നിനക്ക് അങ്ങനത്തെ ധൈര്യം വേണമെങ്കിലല്ല, പെറ്റമ്മയെ പോറ്റി വളർത്തിയ അമ്മയെ ആദ്യം ഉണ്ടല്ലോ നീ സ്നേഹിക്കാൻ പഠിക്കണം. സ്വന്തം അമ്മയെ നീ അപമാനിക്കുകയല്ലേ ചെയ്തേ. അങ്ങനെയുള്ള നിനക്കൊന്നും ഒരിക്കലും ഒരു തന്റേടവും ഒരു കാര്യത്തിനും ഒരു ധൈര്യം ഉണ്ടാവില്ല. അതുകൊണ്ട് നീയൊക്കെ എത്ര കുറച്ചാലും ഒരു മതത്തിനും ഒരു പുണ്ണാക്ക് സംഭവിക്കൂല. പക്ഷെ ഞാൻ ഒരിക്കൽ കൂടി പറഞ്ഞു, നിന്റെ സുഖിപ്പിക്കലിനെല്ലാം ഒരു നാൾ അന്ത്യം ഉണ്ടാവും. അന്ന് നിന്നെ വിശ്വസിക്കുന്ന നിന്റെ കൂടെ ഇരുന്നിട്ട് നിനക്ക് വേണ്ടി നീ എന്ത് വൃത്തിയോടെ പറയുമ്പോൾ കൈയടിക്കുന്ന കുറച്ച് ആൾക്കാരില്ലേ, ആ ആൾക്കാർ തന്നെ ആയിരിക്കും നിന്നെ ഫസ്റ്റ് കണ്ടം വഴി ഓടിക്കുക. അങ്ങനെ നീ കണ്ടം വഴി ഓടുന്ന മനോഹരമായ കാഴ്ച കാണാൻ വേണ്ടി മുസ്ലിങ്ങൾ മാത്രമല്ല കാത്തിരിക്കുന്നത്, ഹിന്ദുക്കളും ക്രൈസ്തവരും ഒക്കെ കാത്തിരിക്കുകയാണ്. നല്ല വിശ്വാസികളായ അന്യമതങ്ങളെ ബഹുമാനിക്കുന്ന എല്ലാവരും കാത്തിരിക്കുകയാണ്. ആ മനോഹരമായ കാഴ്ച, നീ കണ്ടം വഴി ഓടുന്ന ആ മനോഹരമായ കാഴ്ച നമുക്ക് വേഗം കാണിച്ചു തരാൻ വേണ്ടി നമ്മളൊക്കെ ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ്. അപ്പോ സ്ഥിരമായിട്ട് കുരിപൊട്ടി കളിക്കുന്ന RP കുസൈനും എന്നെ ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും എന്റെ നല്ല സുലാൻ.